ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ ജൂലൈ 18-നാണല്ലേ നമ്മുടെ 10th പ്രിലിംസ് എക്സാം. ഇനി ഏകദേശം 20 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായി നമ്മൾ പുതിയൊരു 20 ദിവസത്തെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. അപ്പൊ ഈ ഒരു 20 ദിവസം കൊണ്ട് ഈ വർഷം ജനുവരി മുതൽ മെയ് മാസം വരെ PSC ചോദിച്ചിട്ടുള്ള GK, കറണ്ട് അഫയേഴ്സ്, അതുപോലെ സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. PSCയുടെ ഈ ഒരു വർഷത്തെ ട്രെൻഡും പാറ്റേണും അതുപോലെ ഈ ഒരു വർഷം ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സീരീസിലൂടെ പഠിക്കട്ടോ. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അറിയാനായിട്ട് മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു 20 ദിവസത്തെ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 005/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അതായത് 2026, അതായത് ഈ വർഷം ജനുവരിയിൽ നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമ്മൾ PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസിന് പോയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റും നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതാണ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് രണ്ട് മാത്രം എന്നാണ് കൊടുത്തത്. അതായത് പ്രാചീന മലയാളവും ആദിഭാഷയും. ഓക്കെ, പ്രാചീന മലയാളവും ആദിഭാഷയും. ഇനി ഇവിടെ ഒന്നാമത്തത് ആത്മോപദേശ ശതകം ആദിഭാഷ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആത്മോപദേശ ശതകം നമുക്കറിയാം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലോ വേദാധികാര നിരൂപണം, അതുപോലെ അഖില തിരുട്ടും. ഓക്കെ, ഈ വേദാധികാര നിരൂപണം എഴുതിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ്. അഖില തിരുട്ട് ആരുടേതാണ്? നമുക്കറിയാം അയ്യ വൈകുണ്ഠസ്വാമികൾ എഴുതിയിട്ടുള്ളതാണ് അഖില തിരുട്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ? ആദിഭാഷ, അതുപോലെ എന്താണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. ആത്മോപദേശ ശതകം നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരു, അഖില തിരുട്ട് അയ്യ വൈകുണ്ഠസ്വാമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നുണ്ടോ. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം, ആദ്യത്തെ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരെന്നാണ്. ഓക്കെ, ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആനി ബസന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി ആണ്. വിക്രം മിശ്രി. നെക്സ്റ്റ്, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതെന്നാണ് കേട്ടോ. 1904 വർഷം കൊടുത്തിട്ടുണ്ട്. ഏതാണ് സ്ഥലം? ഡർബനിലെ. ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്നാണ് ആരംഭിച്ചത്? 1904 ആരാണ് ആരംഭിച്ചത്? ഗാന്ധിജിയാണ്. എവിടെ വെച്ച്? ഡർബനിൽ വെച്ച്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വേൾഡ് ഹിസ്റ്ററി എന്ന് എന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം, വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ അഞ്ചാമത്തെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഏതാണ് ശരിയായിട്ടുള്ള ക്രമീകരണം? ഓപ്ഷൻ എ ആണ് കേട്ടോ. നോക്കാം, ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാ നടന്നത്? 1773 കേട്ടോ. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് 1776 പാരീസ് ഉടമ്പടിയോ? പാരീസ് ഉടമ്പടി 1783 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകട്ടോ. SCERT-യിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഈ കാര്യങ്ങളൊക്കെ ഓരോ വർഷവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? എപ്പോഴാണ്? ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30 കേട്ടോ. 1945 ഒക്ടോബർ 30. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ലോകത്തിലെ എന്നാണ് കേട്ടോ ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ചെനാബ് നദിക്ക്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ എ NH44 ആണ് കേട്ടോ. NH44 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? വടക്ക് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെയും അതുപോലെ തെക്ക് എന്താണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശ്രീനഗറിനെ കന്യാകുമാരിയായിട്ട് ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് NH44.
ഓക്കെ. ഇനി ദൊഡ്ഡാബേട്ട. ദൊഡ്ഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ട്ടോ? ദൊഡ്ഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? ഓപ്ഷൻ സി നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകൾ. നെക്സ്റ്റ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇതിലെ? ഓപ്ഷൻ ബി ചണമാണ് ട്ടോ. ചണം ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ശരാവതി നദിയിലാണ് ട്ടോ. ശരാവതി. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയെന്നാണ് ട്ടോ. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഇവിടെ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം 3ഉം ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. 3 നമുക്ക് പഠിക്കേണ്ടതാണ്. ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ഈ പ്രസ്താവനകൾ പഠിക്കണേ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പി.സി. മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെയെന്നാണ് ട്ടോ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ട്ടോ. ഇവിടെയും 1ഉം 2ഉം 3ഉം ശരിയാണെന്നാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളും പഠിക്കണം. ഏതൊക്കെയാണ്? കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാങ്ക്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി.സി. മഹലനോബിസ് ആണ്. അടുത്തത് പി.സി. മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ഓക്കെ. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ് ട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ? ഇവിടെ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം എന്നാണ് ട്ടോ. അതായത് ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണെന്നാണ് ട്ടോ. ഏതാണ് പ്രസ്താവന? പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് എന്നുള്ളത് തെറ്റാണ് ട്ടോ. എന്താണ് ഇറക്കുമതി ബദൽ വ്യാപാര നയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് അതിന് പകരമുള്ള സാധനങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഒരു സാമ്പത്തിക നയമാണ് എന്ത്? ഈ ഒരു ഇറക്കുമതി ബദൽ വ്യാപാര നയം എന്ന് പറഞ്ഞാൽ. ഇത് 1991 മുമ്പ് ഇന്ത്യ പിന്തുടർന്നിരുന്ന നയമായിരുന്നു ഇറക്കുമതി ബദൽ വ്യാപാര നയം ട്ടോ. എന്നാൽ 1991 പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ വിദേശ വ്യാപാരവും ഇറക്കുമതിയും ഒക്കെ കൂടുതൽ ഉദാരമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം എന്നാണ് ട്ടോ. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം? ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ട്ടോ. അതായത് 2ഉം 3ഉം മാത്രം എന്നാണ്. 2ഉം 3ഉം മാത്രം എന്നാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഈ 2 പ്രസ്താവനകൾ എന്താണ്? ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇവിടെ 1ാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി എന്നുള്ളത് തെറ്റാണ് ട്ടോ. അതായത് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന് പ്രാധാന്യം നൽകിയത് തുടങ്ങിയത് എന്നാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തല്ല. എന്നാണ്? 1991 പ്രഖ്യാപിച്ച പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷമാണ് ട്ടോ. ഓക്കെ. അപ്പൊ 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് നമുക്കറിയാം 1951 മുതൽ 56 വരെയാണ്. ഓക്കെ. ഇത് 1991 എന്ത്? സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. നെക്സ്റ്റ് ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ട്ടോ. യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഏതാണ് ഇതിലെ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് ട്ടോ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. ശരിയാണ്. നെക്സ്റ്റ് 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ശരിയാണ്. നെക്സ്റ്റ് എന്താ? ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അതും ശരിയാണ് ട്ടോ.
അപ്പൊ ഈ ഒരു 4-മത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കുമുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകിയെന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രസ്താവന തെറ്റാണ് ട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ട്ടോ. 2024 ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു എക്സാമിന് 2023 മുതലുള്ളത് പഠിക്കണം കേട്ടോ. 23, 24, 25 വരെയുള്ളത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു കോഡൊക്കെ യൂസ് ചെയ്ത് പഠിക്കട്ടോ. ഇവിടെ 2024 ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ ആണ്. സൈമൺ ജോൺസൺ, സാമ്പത്തിക ശാസ്ത്രത്തിന് സൈമൺ ജോൺസൺ. ഓക്കെ, 2024 ട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നതെന്നാണ് ട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി 16(4) ട്ടോ. 16(4). ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? അതായത് പൊതു ജോലികളിൽ അവസര സമത്വം എന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സംരക്ഷിത വിവേചനം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൽ ചരിത്രപരമായിട്ടൊക്കെ അതായത് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെയൊക്കെ എന്താണ് മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭരണഘടന നൽകുന്ന പ്രത്യേക പരിഗണനയാണ് സംരക്ഷിത വിവേചനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർട്ടിക്കിൾ 16(4) പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ് ഇവയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചത് കേട്ടോ. റിട്ടുകളും അവയുടെ ലക്ഷ്യങ്ങളാണ് അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അതായത് 3 തെറ്റായിട്ടുള്ളത്. ഏതാണ്? സൊർഷ്യോററി എന്നുള്ളതാണ് തെറ്റിട്ടോ. ഇവയ്ക്ക് ശരിയായിട്ടുള്ളതൊക്കെ നോക്കാം. മാൻഡമസ്. മാൻഡമസ് എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? മാൻഡമസ് ട്ടോ. ഓക്കെ, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ എന്താണ് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. നെക്സ്റ്റ്, ക്യോ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അതിനെതിരെയുള്ള റിട്ടാണ് ക്യോ വാറന്റോ. നെക്സ്റ്റ്, ഹേബിയസ് കോർപ്പസ് എന്താണ്? അനധികൃത തടങ്കലിനെതിരെ എന്നാണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ശരീരം ഹാജരാക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന വേർഡിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ 3-മത്തേത് എന്താ? സെർഷ്യോററി എന്താണ് കൊടുത്തത്? ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ എന്നാണ്. ഇത് തെറ്റാണ് കേട്ടോ. എന്താണ് സെർഷ്യോററി എന്ന് പറഞ്ഞാല് ഒരു കീഴ്ക്കോടതി ഒരു കേസിൽ വിധി പ്രസ്താവിച്ചതിന് ശേഷം ആ വിധി റദ്ദാക്കാനോ അല്ലെങ്കിൽ ആ കേസ് ഉയർന്ന കോടതിയിലേക്ക് മാറ്റാനോ ആവശ്യപ്പെടുന്നതാണ് സെർഷ്യോററി കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധിക്ക് അപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ എന്നാണ്. ഇത് ഏതാണ്? ഇതിനെതിരെയുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ കേട്ടോ. പ്രൊഹിബിഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? നമുക്കറിയാം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണല്ലോ. ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ്, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഉത്തർപ്രദേശും തെലുങ്കാനയാണ്. ഉത്തർപ്രദേശും തെലുങ്കാനയും. എന്താണ് ദ്വിമണ്ഡല നിയമസഭ എന്ന് പറഞ്ഞാല്? ഒരു സംസ്ഥാനത്തിന് നിയമസഭ കൂടാതെ നിയമനിർമ്മാണ കൗൺസിൽ അഥവാ എന്താണ് വിധാൻ പരിഷത്ത് എന്ന് പറയട്ടെ, ഇതുകൂടി ഉണ്ടെങ്കിൽ അതിനെ ദ്വിമണ്ഡലം നിയമസഭ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സംസ്ഥാനത്ത് നിയമസഭ കൂടാതെ നിയമനിർമ്മാണ കൗൺസിൽ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ദ്വിമണ്ഡല നിയമസഭ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിലവിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത്? 6 സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല നിയമസഭകളുണ്ട് കേട്ടോ. എവിടൊക്കെയാണ്? ഉത്തർപ്രദേശും തെലുങ്കാനയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഹാർ ഉണ്ട്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, തെലുങ്കാന. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലാണ് ഇപ്പൊ ഇന്ത്യയിൽ നിലവിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ളത് കേട്ടോ. ഓക്കെ, ഏതൊക്കെ സംസ്ഥാനങ്ങളാ പറഞ്ഞത്? ഉത്തർപ്രദേശ്, തെലുങ്കാന, പിന്നെ ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ്, 23-മത്തെ ക്വസ്റ്റ്യൻ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഏതിനാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഏത് കമ്മിറ്റിയാണ്? നമുക്കറിയാം പി കെ തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. പി കെ തുങ്കൻ കമ്മിറ്റി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? എത്ര അവകാശങ്ങളാണ്? എ ബി സി ഡി എന്നാണ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ഇവിടെ ഓപ്ഷൻ ബി ആണ് 6. ഏതൊക്കെയാണെന്ന് പഠിക്കണേ. നെക്സ്റ്റ്, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഓക്കെ, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഇവിടെ ഓപ്ഷൻ ബി 3 രീതിയിലാണ് കേട്ടോ. 3 എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ്? പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ, പൗരത്വം ഇല്ലാതാക്കൽ, അതുപോലെ പൗരത്വം എടുത്തുകളയൽ. അപ്പൊ പൗരത്വം ഇല്ലാതാകലും പൗരത്വം എടുത്തുകളയലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വമേധയാ സ്വീകരിക്കുമ്പോൾ അയാളുടെ ഇന്ത്യൻ പൗരത്വം തനിയെ റദ്ദാകുന്നുണ്ട് കേട്ടോ. അതാണ് പൗരത്വം ഇല്ലാതാകൽ എന്ന് പറഞ്ഞാൽ. എന്താ പൗരത്വം എടുത്തുകളയൽ എന്ന് പറഞ്ഞാല്? അതായത് വ്യാജരേഖ ചമച്ചോ, ഭരണഘടനയോട് വഞ്ചന കാണിച്ചോ, അല്ലെങ്കിൽ യുദ്ധകാലത്ത് ശത്രുരാജ്യത്തെ സഹായിച്ചോ പൗരത്വം നേടിയതാണെന്ന് കണ്ടെത്തിയാലും കേന്ദ്ര ഗവൺമെന്റിന് നിയമപരമായിട്ട് പൗരത്വം റദ്ദാക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഒന്നെന്താ നമ്മൾ പൗരത്വം സ്വമേധയാ ഉപേക്ഷിക്കൽ കേട്ടോ. ഇങ്ങനെ 3 രീതിയിൽ ഒരാൾക്ക് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നതാണ്. നെക്സ്റ്റ്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഷയത്തിൽ പെടുന്നു എന്നാണ്. ഇവിടെ ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. കൺകറന്റ് ലിസ്റ്റ് ഏതൊക്കെയാണ്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കേട്ടോ. അപ്പൊ ലിസ്റ്റുകൾ പഠിക്കണം കേട്ടോ. ഏതൊക്കെ ലിസ്റ്റുകളാണുള്ളത്? എന്താണ് യൂണിയൻ ലിസ്റ്റ്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ് കേട്ടോ. ഈ 3ഉം പഠിക്കണം. ഏതൊക്കെ വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്? എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാ നോക്കാം. എ ബി സി ഡി ഇവര് 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരോടായി ചോദിച്ചു, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ രാജീവ് കുമാർ, ബി ജ്ഞാനേഷ് കുമാർ, സി ഡി വൈ ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഓക്കെ, അപ്പൊ ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? പുതിയൊരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി പറഞ്ഞത് ശരി എന്നാണ്. ബി പറഞ്ഞത് ഏതാ? ജ്ഞാനേഷ് കുമാർ. അപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം മാത്രം എന്നാണ്. അതായത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെന്താ, തെരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരും ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. അപ്പൊ എന്താണ്? ഇന്ത്യൻ ഭരണഘടന 243 വി വകുപ്പ് പ്രകാരം എന്താണ്? നഗരസഭകളിലേക്കോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലേക്കോ ഒക്കെ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എന്താ? 21 വയസ്സാണ് കേട്ടോ. 25 അല്ല, 21 വയസ്സാണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു വകുപ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എത്ര വയസ്സ് വേണം? 21 വയസ്സാണ്. 25 വയസ്സ് എവിടെയാണ്? നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒക്കെ മത്സരിക്കണമെങ്കിൽ 25 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, അപ്പൊ മുനിസിപ്പൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ എന്താണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ മത്സരിക്കണമെങ്കിൽ 21 വയസ്സ് മിനിമം 21 വയസ്സാണ് പ്രായപരിധി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് കേട്ടോ. ഇവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം 3ഉം മാത്രം. ഓക്കെ, ഏതൊക്കെയാ? ബൽവന്ത് റായ് കമ്മീഷന്, അശോക് മേത്ത കമ്മീഷൻ, അതുപോലെ തുങ്കൻ കമ്മിറ്റി. അപ്പൊ ഇവയൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് നോക്കാം. ബൽവന്ത് റായ് കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചിട്ടുള്ളത്? 1957 സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കമ്മീഷന് 3 അടുക്ക് പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് 3 അടുക്ക്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ എന്താണ്, ജില്ലാ പഞ്ചായത്ത്. ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ആരാണ് ശുപാർശ ചെയ്തത്? ബൽവന്ത് റായ് കമ്മീഷനാണ്. നെക്സ്റ്റ്, അശോക് മേത്ത കമ്മീഷൻ 1977 അശോക് മേത്ത കമ്മീഷൻ വരുന്നത് 1977. ഓക്കെ,
ഈ ഒരു അശോക് മേത്ത കമ്മീഷൻ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദ്വിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത്, അതുപോലെ എന്താണ് ഗ്രാമപഞ്ചായത്ത് കേട്ടോ. ബ്ലോക്ക് തലം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുങ്കൻ കമ്മിറ്റി. ഓക്കെ, തുങ്കൻ കമ്മിറ്റി എന്നാണ് നിലവിൽ വന്നത്? തുങ്കൻ കമ്മിറ്റി 1988 കേട്ടോ. 1988 നിലവിൽ വന്നത്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്തത് തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. അപ്പൊ ഓരോ കമ്മിറ്റി ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം എന്നാണ് കേട്ടോ. അതായത് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നുണ്ട്, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. 3 പ്രസ്താവനകൾ എന്താണ്? 2008 തണ്ണീർത്തട സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. വാർദ്ധക്യ, അതായത് 2 മാത്രം എന്നാണ് കേട്ടോ. 2 മാത്രം. അത് വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. ഓക്കെ, ഇത് 2017 കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. അതാണ് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം 2017 ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ഇത് VPL വിഭാഗത്തിൽപ്പെട്ട വാർദ്ധക്യ സഹജമായ ശാരീരിക വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങളൊക്കെ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ എ ആണ് സൈനോ ഏട്രിയൽ നോഡാണ് കേട്ടോ. സൈനോ ഏട്രിയൽ നോഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ഹൃദയത്തിലെ വലത് ഏട്രിയത്തിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷ കോശങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ത്? സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹൃദയമിടിപ്പിന് ആവശ്യമായ വൈദ്യുത സിഗ്നലുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു എസ് നോഡാണ്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ്. നെക്സ്റ്റ്, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. നെക്സ്റ്റ് 34ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? നിങ്ങളുടെ ഓപ്ഷൻ ബി വിഘടനമാണ് ട്ടോ, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡോട്സിന്റെ ഫുൾ ഫോം എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ആണ് കേട്ടോ. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ക്ഷയരോഗം കേട്ടോ. ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB ആയിട്ട് ബന്ധപ്പെട്ടാണ് ഡോട്സ് ചികിത്സ. നെക്സ്റ്റ്, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ സി ശൈലിയാണ് കേട്ടോ. ഓപ്ഷൻ സി ശൈലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓക്കെ, ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി HIV വൈറസ് ആണ് കേട്ടോ. HIV. നെക്സ്റ്റ്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും എതിർ ദിശയിലായിരിക്കും. നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യട്ടോ. പ്രകാശ തീവ്രത വർദ്ധിക്കുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അപ്പൊ ഇവിടെ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? W = M × G ആണ് കേട്ടോ. അതായത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി.
ഓക്കെ, ഇവിടെ രണ്ടും തന്നിട്ടുണ്ട്. മാസ് 10 ആ തന്നിട്ടുള്ളത്. അതുപോലെ ഗ്രാവിറ്റിയും 10 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 100 ന്യൂട്ടൺ എന്ന് വരും. 100 ന്യൂട്ടൺ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഇപ്പൊ 2025 ചോദിച്ചത്. ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. അപ്പൊ ഭൗതിക ശാസ്ത്രത്തില് 2025 നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനിസ്. നെക്സ്റ്റ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എന്താണെന്ന്. എന്താണ് ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വിവിധ ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ ഇവ മുമ്പടെ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ മൂന്ന് എന്താണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. ഇവയിൽ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് ട്രിഷ്യം ആണ്. ട്രിഷ്യം. എന്താണ് പ്രോട്ടിയത്തിന്റെ പ്രത്യേകത? എന്താണ്? ഹൈഡ്രജന്റെ ഏറ്റവും സാധാരണമായ ഐസോട്ടോപ്പ് ആണ് പ്രോട്ടിയം കേട്ടോ. ഭൂമിയിലുള്ള ഹൈഡ്രജന്റെ 99% പ്രോട്ടിയം രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഡ്യൂട്ടീരിയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഭാരമേറിയ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹെവി ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ട്രിഷ്യത്തിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതാണ്. അതുപോലെ എന്താണ്? ഇത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ആണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രിഷ്യാണ്. ഓക്കെ, നെക്സ്റ്റ് 43 ക്വസ്റ്റ്യൻ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പൊ എന്തൊക്കെയാണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്താണ്? വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. 1/വോളിയം. ഓക്കെ, അപ്പൊ ഇത് ഏതാണ് നിയമം? ഇതേതാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് കേട്ടോ. ബോയിൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ പി എച്ച് മൂല്യമാണ് എയിനേക്കാൾ കുറവെന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ലവണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ലവണ ലായനിയുടെ പി എച്ച് മൂല്യം എയിനേക്കാൾ കുറവുള്ളത് ഇതിൽ ഏതിനാണെന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. NH4Cl ആണ്. ഓപ്ഷൻ ബി NH4Cl. ഓക്കെ, അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ അമോണിയം ക്ലോറൈഡിൽ നമുക്കറിയാം HCl എന്താണ്? ശക്തമായിട്ടുള്ള ഒരു ആസിഡ് ആണ് HCl. അതുപോലെ പിന്നെന്താണ്? അതായത് ദുർബലമായിട്ടുള്ള ഒരു ബേസ് ആണ് NH4OH എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ലവണമാണ് എന്ത് പറയുന്നത്? ആസിഡിന്റെ സ്വഭാവമാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ എയിനേക്കാൾ പി എച്ച് മൂല്യം എയിനേക്കാൾ കുറവായിരിക്കും കേട്ടോ. അപ്പൊ പി എച്ച് നമുക്കറിയാം എയിൽ കുറവാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും, എയിൽ കൂടുതലാണെങ്കിൽ ബേസ് ആയിരിക്കും. നെക്സ്റ്റ് 45 ക്വസ്റ്റ്യൻ. ഇതും നമുക്കറിയാം നോബൽ സമ്മാനം. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആയി ഈ ഒരു നോബൽ സമ്മാനത്തെ കുറിച്ച് ചോദിക്കുന്നു കേട്ടോ. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടതെന്നാണ്. ഓക്കെ, വ്യത്യസ്ത രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലും നോബൽ സമ്മാനത്തിന്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ സി ആണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം നേടിയത്. ഏതിനാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 46 ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നോ നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരിയുടേതാണ് കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി എൽദോസ് പോൾ ആണ്. നെക്സ്റ്റ്, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ്? ഓപ്ഷൻ എ ചിറക്കലാണ് കേട്ടോ. കണ്ണൂര് ചിറക്കൽ. നെക്സ്റ്റ്, തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചാണ് ഈ വിവരണങ്ങൾ എന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ ബി ആണ്. പടയണിയാണ്.
നെക്സ്റ്റ് മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുക്കളുടെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്ത് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. കോട്ടയത്തു തമ്പുരാൻ കല്യാണ സൗഗന്ധികം എന്നുള്ളതും ഉണ്ണായി വാര്യർ നളചരിതം ട്ടോ. കോട്ടയത്തു തമ്പുരാൻ കല്യാണ സൗഗന്ധികം ഉണ്ണായി വാര്യർ നളചരിതം. ഇവിടെ ഇരയിമ്മൻ തമ്പിയും കൊടുത്തിട്ടുണ്ട്. അംബരീഷ ചരിതം. ഇരയിമ്മൻ തമ്പിയുടേത് ഉത്തരാ സ്വയംവരം ട്ടോ. ഇത് ഇങ്ങോട്ട് മാറ്റിയ കൊടുത്തത്. ഇരയിമ്മൻ തമ്പി എഴുതിയിട്ടുള്ളത് ഉത്തരാ സ്വയംവരം ആട്ടക്കഥയാണ്. അശ്വതി തിരുനാൾ എഴുതിയിട്ടുള്ളതാണ് അംബരീഷ ചരിതം ട്ടോ. ഓക്കെ, അപ്പൊ നാലും പഠിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അങ്ങോട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ മാത്സ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് 10th പ്രിലിംസിനായിട്ട് 10th അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഒരു ക്ലാസ് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.